ആകെ ഒരു വിഷമത്തിലുള്ളത് പോലെയാണ് ഇപ്പോൾ തോന്നുന്നത്. എന്നാലും എന്താണ് പറയുന്നത് നമുക്ക് ശ്രദ്ധിച്ച് കേൾക്കാം. ജർമ്മനാണ് പറയുന്നതെങ്കിലും ചിലപ്പോഴൊക്കെ ഇംഗ്ലീഷ് പോലെ നമുക്ക് തോന്നുന്നുണ്ട്. എന്നാൽ ഈ പപ്പ നമ്മെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി വന്നതാണോ എന്ന് അറിയില്ല. ഇംഗ്ലീഷ് ഭാഷ എനിക്കധികം കൈകാര്യം ചെയ്യാൻ അറിയാത്തത് കൊണ്ട്. അതുകൊണ്ട് ഇപ്പോൾ പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുന്നു എന്നാണ്. ഇപ്പോൾ ഇന്ന് ഇത്രയും വൈകിയൊക്കെ വന്നതെങ്കിലും ഇവിടെ വന്നപ്പോൾ 2 അച്ഛന്മാരെ കാണാൻ സാധിച്ചു. അതുകൊണ്ട് ഷൈനച്ചനോടും ജോസ് പീറ്റർ അച്ഛനോടുമുള്ള പ്രത്യേക നന്ദിയാണ് പപ്പ നമ്മോട് പറയുന്നത്. ഈ മേപ്പറമ്പ സഭയിൽ നിന്ന് വന്നിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ട സഭാമക്കൾക്കും അതിലേറെ മനോഹരമായ ഗാനങ്ങൾ പാടി എന്നാണ് പപ്പ പറയുന്നത്. അവരോടുമുള്ള നന്ദിയും ഈ സമയത്ത് പറയുന്നുണ്ട്. ഇന്ത്യയിൽ എത്തുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായി. എന്നിരുന്നാലും ബാസൽ മിഷൻ മിഷണറിമാർ അവരാൽ സ്ഥാപിതമായ ദേവാലയത്തിൽ നിൽക്കുമ്പോൾ ഒരു സന്തോഷമുണ്ടെന്നാണ് പറയുന്നത്. കാരണം പപ്പ വരുന്നതും ബാസലിൽ നിന്നാണെന്നാണ് പറയുന്നത്. ഇതിനു മുൻപ് ഇവിടെ വന്ന ഇന്ത്യയിൽ സന്ദർശിച്ച സമയത്ത് എപ്പോഴോ ജോസ് പീറ്റർ അച്ഛനെ കണ്ടിട്ടുണ്ടെന്നും ജോസ് പീറ്റർ അച്ഛൻ ബാസൽ മിഷൻ പാട്ടുകൾ നന്നായി പാടും എന്നാണ് ഇപ്പോൾ പറഞ്ഞത്. അതോടെ തീർച്ചയായും ഷൈനച്ചൻ കുറച്ച് നാളുകൾക്ക് ശേഷം ബാസൽ മിഷൻ പാട്ടുകൾ നന്നായി പാടും എന്നാണ് പപ്പയുടെ ആഗ്രഹം എന്നാണ് പറയുന്നത്. ഇവിടെ കാണുന്ന നിങ്ങളുടെ എല്ലാവരുടെയും കൂട്ടായ്മ ലോകത്തിലൊന്നും കാണാൻ സാധിച്ചിട്ടില്ല. എന്നാലും ഈ ദേവാലയത്തിൽ വന്നപ്പോൾ വളരെ പ്രായമുള്ളവരുണ്ട്, കൊച്ചുമക്കളുണ്ട്, പിന്നെ സഹോദരിമാരുണ്ട്. എല്ലാവരുടെയും കൂട്ടായ്മ കണ്ടപ്പോൾ ക്രിസ്മസിന്റെ സന്തോഷമുണ്ടെന്നാണ് പറയുന്നത്. അതൊരു പപ്പ നിൽക്കുമ്പോൾ എപ്പോഴും പപ്പയുടെ പുറകിൽ ഒരാൾ വന്നു നിൽക്കും. അദ്ദേഹത്തെ വളരെ സൂക്ഷിക്കണം എന്നാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ കേൾക്കുന്ന പാട്ടുകൾ ഏറ്റവും മനോഹരമായി കേൾക്കുന്നത് പോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ആ പാട്ടുകളൊക്കെ ജീവിക്കണം എന്നാണ് പപ്പ പറയുന്നത്. അത് പപ്പയ്ക്ക് ഒരു പിടിയും കിട്ടാത്തത് മുകളിലേക്ക് നോക്കിയപ്പോൾ ഇഷ്ടിക എങ്ങനെയാണ് നിൽക്കുന്നത് എന്ന് പപ്പയ്ക്ക് തീരെ മനസ്സിലാകുന്നില്ല. അത് ബാസൽ മിഷൻ മിഷണറിമാർ ചെയ്തതായിരിക്കുമെന്നാണ് പറയുന്നത്. അത് പിന്നീട് ഷൈനച്ചൻ അതിനെക്കുറിച്ച് ശ്രദ്ധിച്ച് പറഞ്ഞു തരും എന്നുള്ളൊരു വിശ്വാസം പപ്പയ്ക്കുണ്ട് എന്നാണ് പറയുന്നത്. അത് ദൈവത്താൽ സംഭവിച്ചതാണെന്നാണ് പപ്പ പറയുന്നത്. ഇനി ഞാനിവിടുന്ന് പോകുന്നതും ദൈവത്തിന്റെ കൃപ കൊണ്ട് മാത്രമായിരിക്കും എന്നാണ് പപ്പ ഇപ്പോൾ പറഞ്ഞത്. കൊച്ചുമക്കളോട് പറയുന്നത്, നിങ്ങൾ ക്രിസ്മസ് അപ്പൂപ്പനെ കാണുമ്പോൾ അത് ക്രിസ്മസിന്റെ സന്തോഷമാണെന്നും നിങ്ങൾ ഓർത്തു വെക്കേണ്ട ഒരു ഡേറ്റ് ആണ് ഡിസംബർ 6 എന്നുമാണ് പറയുന്നത്. അതിന് കാരണം അതിന് പറയുന്നത് വിശുദ്ധനായ ഇഗ്നേഷ്യസ് എന്ന് പറയുന്ന വിശുദ്ധന്റെ ഒരു അതിൽ നിന്നാണ് ഈ ക്രിസ്മസ് ഫാദർ എന്നുള്ള ആ ഒരു വിശ്വാസം വന്നിട്ടുള്ളത്. ക്രിസ്മസിന് സമ്മാനം തരികയാണ് പ്രധാന ഉദ്ദേശം. നിങ്ങൾ എല്ലാവർക്കും സമ്മാനം കൊടുക്കണം എന്നാണ് പപ്പ പറയുന്നത്. അതിൽ കൂടെ മാത്രമേ നമുക്ക് സന്തോഷവും സമാധാനവും ഉണ്ടാകുകയുള്ളൂ എന്നാണ് പപ്പ പറയുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഏറ്റവും മനോഹരമായ സമ്മാനങ്ങൾ പരസ്പരം കൈമാറണം എന്നാണ് പപ്പ പറയുന്നത്. എങ്കിൽ മാത്രമേ ക്രിസ്മസിന്റെ സന്തോഷം എങ്കിൽ മാത്രമേ ഉള്ളൂ എന്നാണ് പപ്പയുടെ ഒരു വലിയ അഭിപ്രായം. ഇനിയും ഒരുപാട് സ്ഥലത്ത് പോകാനുള്ളത് കൊണ്ട് പപ്പ വീണ്ടും യാത്രയാവുകയാണ്. അതുകൊണ്ട് ഇനിയും എന്തെങ്കിലും എവിടെയെങ്കിലും വെച്ച് എപ്പോഴെങ്കിലും കാണാം എന്നുള്ള ആ ഒരു വിശ്വാസത്തോടെ പപ്പ പോവുകയാണെന്നാണ് പറയുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ജർമ്മൻ ഭാഷ സംസാരിക്കുന്ന പപ്പ ഇംഗ്ലീഷിൽ ഒരു താങ്ക്സ് ഫോർ ഓൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എപ്പോഴും എന്റെ പുറകിൽ നിൽക്കുന്നവരെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ആലയത്തിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ് എന്ന് പറയുകയാണ്. ഓക്കെ ബൈ.